ഇളങ്കൂർ തമ്പുരാനായ തലശ്ശേരി രാമവർമ്മയ്ക്കും നിന്നെ പഥ്യമാണ്. ആ തമ്പുരാന്റെ പട്ടും പരിവട്ടവും വാങ്ങ്. ഇതെന്റെ നിശ്ചയമല്ല, നിന്റെ അണ്ണന്മാരുടെ തീരുമാനം. അനുസരിച്ചാൽ നന്ന്, ഇല്ലെങ്കിൽ തല കാണില്ല. ഇതിലും ഭേദം അത് തന്നെയാ. തല കൊയ്തെടുത്തോളാം, അണ്ണന്മാരോട് പറഞ്ഞോളൂ. തല കൊയ്യണോ വേണ്ടയോ എന്ന് തലശ്ശേരി രാജകുമാരൻ തീരുമാനിക്കട്ടെ. നിങ്ങൾ പോകാൻ വരട്ടെ. ഇവിടെ വരൂ. ആരാണ് ഞാൻ തമ്പുരാന് കുറിമാനം കൊടുത്തയച്ച വിവരം കൊച്ചുമറപ്പിളയമ്മാവനെ അറിയിച്ചത്? ആരാ പറഞ്ഞെന്ന് പറയാൻ? ഇവൾ എടി, എന്നെ മേലിൽ എന്റെ അറയിൽ കടന്നു പോകരുത്. ഇനി എന്റെ കൺവട്ടത്ത് കണ്ടുപോകരുത്. നിന്നെ പൊയ്ക്കോ അവിടുന്ന്. പോകാൻ. ശ്രീ പത്മനാഭ, എന്തൊക്കെ പരീക്ഷണങ്ങളാണാവോ അവിടെ നീയുള്ളവന് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. രാജ്യലക്ഷ്മി ആദ്യമേ തന്നെ കൈവിട്ടുപോയി. ഇപ്പോഴിതാ ജീവിതാഐശ്വര്യമായി മോഹിച്ചു പോറ്റിയ പെണ്ണും. ഭഗവാനെ, പത്മനാഭ, അവിടുന്ന് എന്നെ കൈവിടുകയാണോ? വത്സ, നാം എങ്ങനെ നിന്നെ കൈവിടും? നിന്നെ എന്നും നാം കൈത്താങ്ങ് നൽകി ഉയർത്തുന്നതാണ്. പക്ഷേ ഇനി വരുന്ന നാളുകൾ നിനക്ക് പരീക്ഷണത്തിന്റെ നാളുകൾ തന്നെയാണ്. വാളിന്റെ വായ്ത്തലകളാണ് നിനക്ക് കണിയാകാൻ പോകുന്നത്. എങ്കിലും നിനക്ക് ഭയത്തിന് അവകാശമില്ല വത്സ. നീ എന്നും നമ്മുടെ കണ്ണോട്ടത്തിനുള്ളിൽ തന്നെയാണ് എന്നതാണ് കാരണം. നിന്റെ ലക്ഷ്യം ശോഭനമാണ്, പാവനമാണ്. പക്ഷേ വഴികൾ ദുർഘടമാണ്. നമ്മുടെ ആലയ നിർമ്മിതി പോലും നിനക്ക് ശത്രുപീഡ വരുത്തുന്നതാണ്. ശക്തരായ ശത്രുക്കൾ സംഘടിക്കുന്നതറിഞ്ഞ് നീ പതറേണ്ടതില്ല. കാരണം നിന്റെ വഴിയിൽ നാമുണ്ട്. നമ്മുടെ ആലയ നിർമ്മിതി നിനക്ക് ഐശ്വര്യം തരും, ഖ്യാതി തരും, ആനന്ദം തരും. മുന്നേറുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന പേര് ആ ചന്ദ്രതാരം വാഴ്ത്തപ്പെടും. നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാനെ,
ശ്രീപത്മനാഭ, എപ്പോഴും നീ എന്റെ ഉള്ളിലുണ്ട്. അവിടുത്തെ കൽപ്പനകൾ നമ്മെ കർമ്മോത്സുകനാക്കുന്നു. അവിടുത്തെ ഈ കാരുണ്യവും കാവലും ഈ ഉള്ളവനെ ധീരനാക്കുന്നു. ഭഗവാനെ, ശ്രീപത്മനാഭ, ദയാനിധേ, അപ്പനെ കണ്ടില്ലല്ലോ നിരീക്കായിരുന്നു. ഞാൻ അകത്തൊക്കെ അമ്മാവനെ തിരക്കി നടക്കുകയായിരുന്നു. പുറപ്പെടുകയാണ്. അമ്മാവനോടൊപ്പം വിരുന്നു പാർക്കാൻ വന്നിട്ട് ഇത്ര വേഗം മടങ്ങിപ്പോവുകയാണ്. അമ്മാവൻ പൊറുക്കണം. നെയ്യാറ്റിൻകരയിലും അനന്തപുരത്തും ചില കാര്യങ്ങളുണ്ട്. പോകുമ്പോഴേക്ക് നെയ്യാറ്റിൻകര ഇറങ്ങണം. അവിടെ നിന്നും അനന്തപുരത്തേക്ക് പോകണം. ഇപ്പോഴും ശ്രീപത്മനാഭസ്വാമിയുടെ കാര്യങ്ങൾ അങ്ങോട്ട് താളത്തിലല്ല. ക്ഷേത്രകാര്യങ്ങൾ ഒരു താളത്തിലാക്കണം. അതാണ് ഇപ്പോഴുള്ള പ്രധാന വിചാരം. നന്നു കുമാര, ഭഗവാന്റെ കാര്യത്തിലുള്ള നിന്റെ ഈ ശ്രദ്ധ ശ്രേയസ് വരുത്തും. റാണിയമ്മ, അതായത് ഉമയമ്മ, കുറെ ശ്രമങ്ങൾ നടത്തിയതാണ്. എന്നിട്ടും റാണിയമ്മയ്ക്ക് അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിൽ റാണിയമ്മയ്ക്ക് ഏറെ വ്യസനവും ഉണ്ടായിരുന്നു. എന്തിനേറെ, അവരുടെ കാലത്ത് തന്നെ ആരോ അമ്പലത്തിന് തീയും വെച്ചു. പിന്നീട് രവിവർമ്മ തമ്പുരാൻ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ആദിത്യവർമ്മ, പിന്നെ നാം. ദശാബ്ദങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ ഈ കാലയളവിലൊന്നും ആർക്കും സാധിച്ചില്ല ക്ഷേത്രം നവീകരിക്കാൻ. അതെ മാവ, അതൊരു തെറ്റായി തന്നെ തോന്നുന്നു. ഭഗവാന്റെ ആലയത്തിന്റെ ഐശ്വര്യമാണ് രാജാസനത്തിന്റെ ഐശ്വര്യം, രാജ്യത്തിന്റെ ഐശ്വര്യം. അതുകൊണ്ട് ആദ്യം വീണ്ടെടുക്കേണ്ടത് ദേവാലയത്തിന്റെ ഐശ്വര്യമാണ്. അത് തീരുമാനിച്ചു തന്നെയാണ് നീങ്ങുന്നത്. നിന്റെ നിശ്ചയം നമുക്ക് ആനന്ദം പകരുന്നുണ്ട് കുമാര. കോലത്ത് നാട്ടിൽ നിന്നും നിന്റെ അമ്മയെയും ജ്യേഷ്ഠനെയും ഉൾപ്പെടെ ഞങ്ങൾ 4 പേരെ ഉമയമ്മ റാണി ദത്തെടുക്കുമ്പോ രവിവർമ്മ തമ്പുരാന് പ്രായം തികഞ്ഞിരുന്നില്ല. അദ്ദേഹം പെരുമ്പടപ്പിൽ നിന്നുള്ള ദത്തായിരുന്നു. എന്നിട്ടും റാണിയമ്മ അദ്ദേഹത്തെ തൃപ്പാപ്പൂർ മൂപ്പായി വാഴിച്ചു. എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും റാണിയമ്മ അത് ചെയ്തു. ആ രവിവർമ്മ തമ്പുരാന് ശേഷം തൃപ്പാപ്പൂർ മൂപ്പേൽക്കുന്നത് അപ്പനാണ്. ക്ഷേത്രകാര്യങ്ങൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് എന്താണോ അതങ്ങോട്ട് ചെയ്യുക. നമ്മുടെ ആശിസ്സും അനുമതിയും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ധരിച്ചുകൊള്ളുക. അമ്മാവൻ തിരുമനസേ, എന്റെ ഉദ്യമങ്ങൾക്ക് പല ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ട്. പ്രത്യേകിച്ച് മാടമ്പിപ്പിള്ളമാരുടെ ഭാഗത്തു നിന്ന്. അമ്മാവന്റെ ആശിസ്സും അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാൻ എനിക്ക് നിശ്ചയം സാധിക്കും. കർക്കശമായ നിലപാടുകൾ കൊണ്ട് അതിന് ധനം സ്വരൂപിക്കാനും ഒരു വിഷവും വരില്ല എന്ന് തോന്നുന്നു. മുന്നേറുക, വിജയിക്കുക. പിന്നെ അപ്പന് ഉള്ളിലൊരു വിഷമമുണ്ടെന്ന് നമുക്കറിയാം. കുട്ടികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. എന്തോ അതിനെ എതിർത്ത് പറയാൻ നമുക്കാവുന്നില്ല. അവര് പറയുന്നതിൽ ന്യായമുണ്ട്. നാം അതിൽ ഇടപെടുമ്പോൾ അതൊരു അന്യായമാണെന്ന ചിന്തയും നമുക്കുണ്ട്. നടക്കട്ടെ എന്ന് വച്ചു. ബാക്കിയെല്ലാം ശ്രീപത്മനാഭന്റെ ഹിതം. ഭഗവാനെ, തങ്കയുടെ കാര്യത്തിൽ അവളുടെ അണ്ണന്മാരുടെ തീരുമാനത്തിൽ എനിക്ക് ഖേദമില്ല. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് തെറ്റല്ല. അമ്മാവനെയും കുറ്റം പറയാൻ എനിക്കാവില്ലല്ലോ. അവൾക്ക് നല്ലത് വരണേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. നല്ലത് വരട്ടെ.
കൊച്ചു തമ്പുരാൻ രാവിലെ തന്നെ പോയി. പോവുകയോ? എന്നോട് ഒരു വാക്ക് പോലും പറയാതെ? ആരോടും ഒന്നും പറഞ്ഞില്ലെന്നാ കേട്ടത്. വലിയ തമ്പുരാനെ മാത്രം മുഖം കാണിച്ച് യാത്ര പറഞ്ഞു പോയി. എന്റെ തമ്പുരാൻ എന്നെ മറന്നു എന്ന് തോന്നുന്നു. എന്റെ തമ്പുരാനല്ലാതെ മറ്റൊരാളെ മോഹിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുകൂടിയില്ല. എന്നിട്ടും തമ്പുരാൻ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ. ഞാൻ ഇനി എന്തിനു ജീവിക്കണം ഭാഗീരഥി? അങ്ങനെ പറയല്ലേ തമ്പുരാട്ടി. തമ്പുരാട്ടി ജീവിക്കണം, സന്തോഷമായിട്ട് എന്നെ ജീവിക്കണം. എന്റെ തമ്പുരാനില്ലാതെ എനിക്ക് എന്ത് സന്തോഷം? തമ്പുരാൻ എന്താണ് ഈ തങ്കയെ മനസ്സിലാക്കാത്തത്? തമ്പുരാൻ ഇവിടുത്തെ മനസ്സിലാകാതെ വരില്ല തമ്പുരാട്ടി. കൊച്ചുമറപ്പിള്ള ഏമാനെയും ഇവിടുത്തെ അണ്ണന്മാരെയും വിചാരിച്ചിട്ട് പോയതായിരിക്കും. ഇന്നലത്തെ കാര്യങ്ങൾ തമ്പുരാട്ടിയും കേട്ടതല്ലേ? തൃപ്പാപ്പൂർ മൂപ്പ് വാഴുന്ന തമ്പുരാൻ എന്തിനു കൊച്ചുമറപ്പിളയ അമ്മാവനെ പേടിക്കണം? എന്തിനെന്റെ അണ്ണന്മാരെ ഭയപ്പെടണം? ഈ അറവാതിൽ ചവിട്ടി തുറന്ന് കടന്നു വന്നിട്ട് എന്റെ കൈക്ക് പിടിച്ചിറക്കിക്കൊണ്ടു പോയാൽ എന്റെ തമ്പുരാനെ തടയാൻ ഇവിടെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകുമോ? എന്റെ തമ്പുരാൻ അത് ചെയ്യുന്നില്ല. തമ്പുരാൻ അങ്ങനെ ചെയ്താൽ ഇവിടെ ആരും തടയില്ല തമ്പുരാട്ടി. അഥവാ ഇനി ആരെങ്കിലും തടയാൻ മുതിർന്നാൽ അവന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. പക്ഷെ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ അത് ചെയ്യില്ല തമ്പുരാട്ടി. അതാ തമ്പുരാന്റെ മഹത്വം. മഹത്വം? സ്നേഹിച്ച പെണ്ണിനെ മാടിനെ കൈകാലുകൾ കെട്ടി ചന്തക്കെടുക്കുന്നത് പോലെ മറ്റുള്ളവർ വിവാഹ വേദിയിലേക്ക് ആനയിക്കുമ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ഒരു പുരുഷന്റെ യോഗ്യത. നീ പോയി തമ്പുരാനെ അറിയിച്ചേക്കൂ തങ്ക എന്തിനും തയ്യാറാണെന്ന്. അടിയൻ അത് അറിയിച്ചാലും പ്രയോജനമുണ്ടാവില്ല തമ്പുരാട്ടി. രാജകുലത്തിന്റെ ആചാരങ്ങൾക്ക് നിരക്കാത്തതൊന്നും തമ്പുരാൻ ചെയ്യില്ല. എങ്കിൽ നീ എനിക്കൊരൽപ്പം വിഷം കൊണ്ടുതരൂ. എന്റെ തമ്പുരാനെ വിചാരിച്ചുകൊണ്ട് ഞാൻ സ്വസ്ഥമായി മരിച്ചുകൊള്ളട്ടെ. തങ്കേ, എന്താണ് ഇതെന്തിനുള്ള പുറപ്പാടാണ്? നിന്റെ അഹങ്കാരം അതിര് കടക്കുന്നു. മാർത്താണ്ഡനെ വിചാരിച്ചുകൊണ്ടുള്ള നിന്റെ ഈ പൂങ്കണ്ണിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അവനെ മാർത്താണ്ഡനെ ഞാൻ ഇപ്പോഴേ നേർച്ചയ്ക്ക് വെച്ചിരിക്കുക. തലശ്ശേരി രാജകുമാരൻ മൂപ്പേറ്റാൽ ആ നിമിഷം അവന്റെ തൃപ്പാപ്പൂർ മൂപ്പും നെയ്യാറ്റുകര വാഴ്ചയും അവസാനിക്കും. പിന്നെ വല്ല മധുരയ്ക്കോ കാശിക്കോ പോകേണ്ടി വരും. മനസ്സിലായോ? അണ്ണന്മാരെയും അമ്മാവനെ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഞാനൊന്നും പറയുന്നില്ല. കരയില്ല തമ്പുരാട്ടി. തമ്പുരാട്ടിയായാലും അടിയാത്തിയായാലും പെണ്ണിന്റെ കാര്യം ഇതാണ്. അവളുടെ ജീവിതം ആണുങ്ങൾ നിശ്ചയിക്കും. ഇവിടത്തേക്കും മറ്റൊരു പോംവഴിയില്ല തമ്പുരാട്ടി. ശങ്കര, രാമ, ആഹാ, കുളിക്കാതെ ഓരോന്ന് കണ്ടോണ്ടിരിക്ക. ശങ്കര, രാമനെ കൂട്ടി ചെന്ന് കുളിച്ചിട്ട് വാ. ഓ, അച്ഛനും മക്കളും കൂടി സമയം കൊല്ലാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ജയന്തി, നീ ഇത് കാണുന്നില്ലേ? ഞാൻ
അമ്പലത്തിന്റെ രൂപഘടന ഉണ്ടാക്കുകയാണ്. ഇതെന്ത് ഭ്രാന്താണ് എൻ്റെ ഈശ്വര. ഇദ്ദേഹം അമ്പലത്തിന്റെ രൂപഘടന ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന അവിടെ തമ്പുരാന്മാര് അത് സ്വീകരിച്ച് ആ രൂപത്തിൽ അമ്പലം പണിയോ? ഇത് ഭഗവാൻ ഏൽപ്പിച്ച കർമ്മമല്ലേ ജയന്തി? അങ്ങനെ വരുമ്പോ ഇത് സ്വീകരിക്കാൻ ഭഗവാൻ തന്നെ അവർക്ക് മനസ്സ് വരുത്തില്ലേ? ഒരു സ്വപ്നത്തിന്റെ ബലത്തിലാണ് അങ്ങ് ഇതൊക്കെ പറയുന്നത്. അതൊരു സ്വപ്നത്തിനപ്പുറം ഭഗവാന്റെ നിയോഗമാണെന്ന് എങ്ങനെ വിശ്വസിക്കാനാവും? ഈശ്വര സാക്ഷാത്കാരം സ്വപ്നത്തിലൂടെ വരാം, സങ്കല്പത്തിലൂടെ വരാം, കർമാനുഷ്ഠാനങ്ങളിലൂടെ വരാം. ഏത് മാർഗത്തിലൂടെ ആയാലും അതിനോടുള്ള സമീപനം മുഖ്യമാണ്. മുൻവിധികളില്ലാതെ അത് സ്വീകരിക്കുക.